ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ആലുവ ആലങ്ങാട് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷമുണ്ടാകുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. സ്ഥലത്തെ ചില പ്രധാനികൾ, മുൻ മെമ്പർ ഉൾപ്പെടെയുള്ള പ്രധാനികൾ അവരെ തടയുന്നു. ഈ കുട്ടി, അഭിജിത്ത് എന്ന ഈ കുട്ടി അവിടെ അല്പം മാറി നിന്ന് പരിപാടി കാണുകയായിരുന്നു. അദ്ദേഹത്തോട് വീട്ടിൽ പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് മെമ്പർ അദ്ദേഹത്തോട് തർക്കിക്കുകയും തുടർന്ന് ഈ അഭിജിത്തുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് അവിടുത്തെ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിജിത്തിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അഭിജിത്ത് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറുന്നു. അവിടെ നിന്നും വീണ്ടും തിരിച്ച് എത്തുമ്പോൾ കേസ് കൊടുക്കുന്നില്ല എന്നൊരു ധാരണയിൽ അഭിജിത്ത് വീട്ടുകാരുമായി സംസാരിച്ച് തിരികെ പോരുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസവും ഇതേ സംഘർഷം തന്നെ ഉണ്ടാകുകയും അഭിജിത്തിനെ ആക്രമിച്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം മൂലമാണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാരുടെ ആരോപണം. അമ്മ നമ്മോടൊപ്പമുണ്ട്, അഭിജിത്തിന്റെ അമ്മ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ കൂടുതൽ നേരിട്ട് ചോദിക്കാം. എന്താണ് അമ്മ സംഭവിച്ചത്? 11-ാം തീയതി രാത്രി ഇവൻ സിനിമ കാണാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോയത്. സെക്കൻഡ് ഷോ കാണാനായിട്ട് ആവേശം എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി പോയി. അവന് ടിക്കറ്റ് കിട്ടാഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് അമ്പലത്തിലെ പരിപാടി കണ്ടുകൊണ്ടിരുന്ന് അമ്പലത്തിലെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ വണ്ടി എടുത്ത് പോരാനായിട്ട് പോന്നപ്പോൾ മുൻ മെമ്പർ സുരേഷ് ഇവനോട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അപ്പൊ അവനൊന്നും ആദ്യമൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ വീട്ടിൽ പോവാൻ, ചേട്ടൻ ആദ്യം വീട്ടിൽ പോകുന്നു പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവനെ പിടിച്ച് 2-3 തള്ളി കഴിഞ്ഞപ്പോ അവനും തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി കഴിഞ്ഞപ്പോ മുൻ മെമ്പർ വിളിച്ചു പറഞ്ഞു, ഇവനെ തല്ലടാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പൊ 5-8 പേര് കൂടി ഓടി വന്ന് ഇവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കാലുമേക്കെ കമ്പി ഒടിക്കടിച്ച് പുറത്ത് താക്കോലിനൂത്തി ആ പാടൊക്കെ പുറമൊക്കെ ഇടിച്ച് നല്ല ഇതായിട്ട് കരിനീലം പോലെ കിടക്കിയിരുന്നു അവന്റെ പുറമൊക്കെ. അവനെ ആക്രമിച്ച് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ അവിടെ നിന്ന് തല്ലല് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ മെമ്പർ, പഴയ മെമ്പറുടെ സുരേഷിന്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ മെമ്പർ, ആ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് അവനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞു, നിന്നെ കാണിച്ചു തരാടാന്ന്. അന്നേരം ഒന്നും ഞങ്ങക്ക് മനസ്സിലായില്ലായിരുന്നു ഇതിനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന്. പിന്നീട് ഇപ്പോഴാണ് മനസ്സിലാവണത്. പോലീസ് സ്റ്റേഷനിൽ, ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെയൊക്കെ ഇവിടുത്തെ ഒരു മുൻ ഈ തിരുവാലൂരുള്ള ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു പോലീസ്, പുള്ളി ഇപ്പൊ SI ആയിട്ട് റിട്ടയർഡ് ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ ഈ ആലങ്ങാട് സ്റ്റേഷനിലെ പോലീസുകാരെയൊക്കെ ഇതാക്കി വെച്ചേക്കിയിരുന്നു. അവൻ പിറ്റേ ദിവസം വന്നിട്ട് സ്റ്റേഷനിൽ അന്ന് രാത്രി തന്നെ അവൻ ആലുവ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഈ മേത്ത പരിക്കുകൾ ഒരുപാടുള്ളതുകൊണ്ട് അവരവിടെ എടുത്തില്ല. അവര് കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് അവനെ വിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിയായിട്ടും ഇവനെ കാണാണ്ടായപ്പോ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവൻ ഫോൺ എടുക്കാനുള്ള ഈ പ്രശ്നം ഉണ്ടായപ്പോ ഇവന്റെ ഫോണും തല്ലി പൊട്ടിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഫോൺ എടുക്കാണ്ടായി. പിന്നെ അവൻ കൂടെ ആശുപത്രിയിൽ പോയ പയ്യന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച്, അമ്മ ഞാനിങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ഉറ്റിടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ സുരേൻ, സുർണാപ്പി, സജിത്ത്, പിന്നെ കിരൺ, പിന്നെ കുറെ പേരുടെ പേര് അറിയാവുന്നവരുടെ പേരൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമൽ കൃഷ്ണ, പിന്നെ രാഹുൽ വിജയൻ, രാഹുല്, പിന്നെ വേറൊരു അമ്പലത്താഴത്ത് തന്നെ താമസിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ പേര് എനിക്കിപ്പോ കിട്ടില്ല. അങ്ങനെ ഒരു 5-8 പേര് കൂടി എന്നെ തല്ലി അമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ കമ്പി വടിയും കൊണ്ട് കാലുമ്മ അടിച്ചിട്ടുണ്ട്, പുറത്ത് താക്കോലിന് കുത്തി ഭയങ്കര വേദന എടുക്കുന്നുണ്ട് അമ്മ എനിക്കെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നീ അവിടെ അഡ്മിറ്റ് ആവല്ലേ, നീ കേസ് ആയിക്കഴിഞ്ഞാൽ നിനക്കൊരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് കോഴ്സ് 6 മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ പുറത്തോട്ട് പോകാനുള്ളതാണ്. നിനക്കൊരു പാസ്പോർട്ട് കിട്ടില്ല, PCC കിട്ടില്ല, നീ അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആവണ്ട, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു 3 മണിയായപ്പോൾ അവൻ ഇവിടെ തിരിച്ചെത്തി. അഡ്മിറ്റ് ആയില്ല, ഞാൻ പറഞ്ഞായിരുന്നോണ്ട് അവൻ അഡ്മിറ്റ് ആവാണ്ട് തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് യാത്രയായി ഞാൻ ആലങ്ങാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവേണ്ടെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ അവൻ അമ്പലത്തിൽ പ്രസാദൂട്ട് കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ വണ്ടിയുമ്പോൾ തന്നെ ഇരിക്കരുതെന്ന് പറഞ്ഞു. അവൻ താഴത്തോട്ട് ഇറങ്ങി ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. വണ്ടിയുമ്പോൾ ഇരിക്കുമ്പോഴത്തേനും ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കാണ്. അപ്പൊ തന്നെ പോലീസുകാർ വന്ന് ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവനെ പിടിക്കാൻ വന്നപ്പോ ഒരു പയ്യൻ, ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ ചെന്നുകൊണ്ട് പറഞ്ഞു, സാർ എന്തിനാ അവനെ കൊണ്ടുപോകണത്, അവനൊരു പാവം പയ്യൻ, അവൻ ഇതിനൊന്നിലും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു. നിന്റെ ആരാടാ അവൻ ചോദിച്ചു.
നിന്നെ കൊണ്ടുപോകണം സ്റ്റേഷനിലെന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ താക്കോല് ഊരിന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ, വയസ്സായ ഒരു ചേച്ചിയായിരുന്നു എന്ന് പറഞ്ഞു. ആ ചേച്ചി അമ്പലത്തിലോട്ട് പോകണം. ആ ചേച്ചി ആ പയ്യനൊരു പാവമാണ്, അവനൊന്നും ചെയ്യല്ലേ, അവനൊരു പ്രശ്നത്തിനും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വല്ലവരുമാണ് ഇവന്ന് ചോദിച്ചത്. അപ്പം അല്ലാന്ന് പറഞ്ഞ് എന്നാൽ അമ്മയുടെ കാര്യം നോക്കി പോകാൻ പറഞ്ഞു. അമ്മേനും കുറഞ്ഞു വിട്ടുന്നു. ഇവനെ പിടിച്ചുകൊണ്ടുപോയി. ഉച്ചയ്ക്ക് ഞാനിവിടെ ഇവിടെ അടുത്തുള്ള വിശ്വകർമ്മയില ഞാൻ ജോലിക്ക് പോകണത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ ഫോണിലോട്ട് ഒരു ഗോപി എന്ന് പറയുന്ന ചേട്ടൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എടാ സുനി, നിന്റെ മോനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു, ദേ അവനെ പിന്നെ അവിടെ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി എന്നാ പറയണേന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് ജോലിക്ക് പോവാണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് അവനെ ഇറക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയും. അവിടെ ചെന്നപ്പോൾ അവർ പോലീസുകാരെൻ്റെ അടുത്ത് പറഞ്ഞ് CI ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്, ചേച്ചി അവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു. പുറത്തിരിക്കാൻ പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഈ പോലീസുകാർ ഇവനോട് ഇങ്ങനെ ഇവനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞു, നീ എല്ലാം അവരുടെ മെക്കെട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഇല്ല സാറേ, ഞാനല്ല അവരെ തല്ലിയത്, അവരെന്നെ 5-8 പേര് കൂടി എന്നെ തല്ലാണ് ചെയ്തത് സാറേ എന്നൊക്കെ പറഞ്ഞു ഷർട്ടൊക്കെ അഴിച്ചു കാണിക്കാൻ തുടങ്ങി. കാണിച്ചപ്പോ ഈ പോലീസുകാരന് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇവനെ തല്ലിയായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ നീങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, അമ്മേ ഈ പോലീസുകാരനെ എന്നെ തല്ലി അമ്മയെന്ന്. അധികം ഉപദ്രവിച്ചോന്നൊന്നും എനിക്കറിയില്ല. തല്ലിയിട്ടുണ്ടാ പോലീസുകാരനല്ലാണ്ട് എന്റെ മോൻ എന്നോട് ആ നേരത്തെ അവിടെ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് നോണ പറയില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലി അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ്, പോലീസുകാരൻ പറഞ്ഞ് അവനെ ഇന്ന് വിടാൻ പറ്റൂല, അവന്റെ വണ്ടിയും തരാൻ പറ്റൂല, അവനിവിടെ കരുതൽ തടങ്കലിൽ ഇന്ന് ഇരുത്തണമെന്നാ പറയണത്, അല്ലെങ്കിൽ അവൻ ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്, അവനെ വിട്ടു കഴിഞ്ഞാൽ അവനെ ഇനി അമ്പലത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടുന്ന തരത്തില് ഒരു തരത്തിലുള്ളായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞത്, ഈ മുൻ SI ആയിരുന്ന ആള് അവിടെ നേരത്തെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ കേസ് ഇതാക്കി. അതായത് ഇവന്റെ ഒരു മൊഴി എടുക്കേ, ഇവൻ കൊടുത്ത ഇത് പരിഗണിക്കേ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും വണ്ടി എടുക്കാൻ ചെന്ന് അതിന്റെ പിറ്റേ ദിവസം അച്ഛന്റെ അടുത്തും മോന്റെ അടുത്തും കൂടി മൊഴി എടുക്കാൻ ചെല്ലാൻ പറഞ്ഞ് ഇവർ 2 മണിക്കൂറോളം അവിടെ നിന്നിട്ടും ഇവരുടെ മൊഴി എടുത്തില്ല. അതിന്റെ ഇടയ്ക്ക് അവൻ അവിടെ നിന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ, മഫ്റ്റിയിലുള്ള ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞു, ചേട്ടൻ കണ്ടറിയാന്ന് പറഞ്ഞു പോലീസുകാരനെ. വന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ കാര്യത്തിൽ തീരുമാനമായിടാന്ന്. അപ്പൊ അവിടെ അവരുടെ മൊഴി എടുക്കുമ്പോൾ ഇവരുടെ അടുത്ത് വന്നുകൊണ്ട് പറയാണ്, നിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു പറഞ്ഞു. ഇതൊക്കെ അവനെ മാനസികമായിട്ട് ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിറ്റേ ദിവസമാണ് അവന് വണ്ടി 16-ാം തീയതി രാവിലെ ചെന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് അവൻ ഈ വണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തത്. അത് എൻ്റെ ആങ്ങളയുടെ വീട്ടിലെ വണ്ടിയായിരുന്നു. മോള് വന്നപ്പോൾ അവൾക്ക് പോവാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ അത്യാവശ്യം വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ആ വണ്ടി. അപ്പൊ അവൻ അത് ഉച്ചയ്ക്ക് അവിടെ മാമന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേച്ചും വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാൻ വന്ന് ഇത്തിരി 5 മണി കഴിഞ്ഞ് 5:15 ആയപ്പോഴത്തേനും അവൻ ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴത്തേനും അവൻ വീണ്ടും പുറത്തോട്ട് പോയി. 8:30 ആയപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഇവന്റെ ഫോൺ പൊട്ടിച്ചളഞ്ഞ കാരണം എന്റെ ഫോണും കൊണ്ടാണ് അവൻ പോയിരുന്നത്. അനുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അനുമോള് വിളിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഫോണിൽ സിനിമ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രാത്രി വന്ന് സിനിമ കാണാൻ വേണ്ടി സിനിമയും കൂടി കയറ്റിക്കൊണ്ട് വന്ന അവനാണ്. അപ്പൊ ഇവൻ അനുമോള് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിടി, അനുമോളെ എനിക്ക് മനസ്സിനാകെ ഭയങ്കര ബുദ്ധിമുട്ടടി, എനിക്കൊരു പാസ്പോർട്ട് കിട്ടേ, ഇനി PCC ഇട്ടേ ഒന്നും ചെയ്യൂല, അവരെന്നെ പെടുത്തി കളഞ്ഞടി എന്ന് പറഞ്ഞു. അപ്പൊ അവൾ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണത്, അങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല, അതൊക്കെ ചെറുതൊക്കെ ഒരു നിസ്സാര കേസല്ലേ, ഇതിന്നൊക്കെ നിനക്ക് പോരാടാ. ഇല്ലാടി അനുമോൾ, അവരെന്നെ 5-8 പേര് കൂടി എന്നെ തല്ലുകയും ചെയ്ത് ഇപ്പൊ എന്റെ പേരിൽ കേസുമായി, എനിക്ക് ആകെ പറ്റണില്ലാടി അനുമോളെ എന്ന് പറഞ്ഞു. അത് ഇതിന് മുമ്പ് അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ കേസ് എന്റെ മൊഴി എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എടാ നീ എന്തിനാ അതിനിങ്ങനെ വിഷമിക്കണത്, നമുക്ക് ഇവിടെ കേസ് എടുത്തില്ലെങ്കിൽ നമുക്ക് SP ക്ക് പരാതി കൊടുക്കാടാന്ന് പറഞ്ഞു. നീ ഇവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന്റെയും ആശുപത്രി പോയതിന്റെ ഒക്കെ കടലാസ് ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ആ കടലാസൊക്കെ എന്റെ ഫയലിൽ ഇരിപ്പുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു മഞ്ഞ കടലാസും അതും ഫയലിൽ വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇവ മരിച്ചു കഴിഞ്ഞ സമയത്ത് പിന്നെ ആ ഫയല് അലമാരിലിരുന്ന ഫയല് കിടക്കണ്ടായിരുന്നു. ഈ പറയുന്ന കടലാസുകളൊന്നും ആ ഫയലിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പോലീസുകാർ എന്തൊക്കെ എടുത്തോണ്ട് പോയെന്ന് അവർ ഞങ്ങളോട്ട് കാണിച്ചു തന്നില്ലായിരുന്നു. പിന്നെ ഈ മെമ്പറുടെ ഭാര്യ അല്ല, ഈ മുൻ മെമ്പറുടെ ഭാര്യ, അതായത് ഇപ്പോഴത്തെ മെമ്പർ അവിടെ നിന്ന് അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു, നിന്റെ കാര്യത്തിൽ നിന്നെ കാണിച്ചു തരാടാ, അവനാകെ മാനസികമായിട്ട് 5-8 പേര് കൂടി എന്നെ തല്ലിയിട്ട് എന്റെ പേരിൽ കേസായി, എനിക്ക് യാതൊരു നീതിയും കിട്ടണില്ല എന്നുള്ളൊരു ഇത് അവന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു മാനസികമായിട്ട്. അവന്റെ കാലുമേയൊക്കെ കമ്പിവടിയും കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ ഒരുപാട് പാടുകളുണ്ടായിരുന്നു.
അത് ഒരുപാട് പരിക്കുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവനെ ഈ ആലുവ ആശുപത്രിയിൽ എടുക്കാണ്ട് അവർ കളമശ്ശേരിയിലോട്ട് വിട്ടത്. അപ്പം അവന്റെ ഭാവി നശിച്ചെന്നുള്ള തോന്നലും പിന്നെ നിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി എന്നൊക്കെ ഒരു പോലീസുകാരൻ പറയുമ്പോൾ 10-20 വയസ്സായുള്ള ഒരു പയ്യന് അത്രയും ഭയങ്കര ഇതായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഈ മുൻ മെമ്പറായ സുരേഷിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സുരേഷ് അവന്റെ പേരിൽ കേസ് എടുക്കല്ലേ സുരേഷ്, അവനൊരു 10-20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവനൊരു പാസ്പോർട്ടൊക്കെ കിട്ടി പുറത്തോട്ട് പോവാൻ നിൽക്കണേണ്, PCC ഒക്കെ കിട്ടാൻ പാടായിരിക്കുമല്ലോ, അതുകൊണ്ട് അവന്റെ പേരിൽ കേസ് എടുക്കല്ലേ സുരേഷ് എന്ന് ഞാൻ കാല് പിടിച്ച് അവനോട് പറഞ്ഞു. അപ്പം സുരേഷ് എന്നോട് പറഞ്ഞത് അവന് PCCയും കിട്ടണ്ട പാസ്പോർട്ടും കിട്ടണ്ട, അവൻ നാട്ടിൽ തെണ്ടി നടക്കട്ടെ എന്നാണ് എന്നോട് സുരേഷ് പറഞ്ഞത്. അപ്പൊ അവരത്രയ്ക്ക് അവനെ പെടുത്തി അങ്ങോട്ട് ഭയങ്കര വൈരാഗ്യമുള്ളത് പോലെയാണ് അവനോട് പെരുമാറിയത്. അതൊക്കെ അവനെ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവന് മാനസിക ബുദ്ധിമുട്ട് ഭയങ്കര ഉണ്ടെന്ന് അവനോട് ചേച്ചിനോട് പറയുകയും ചെയ്തു. എന്ത് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 6 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് ആരോടും ഈ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പുള്ളി നടത്തിയിട്ടില്ല? ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവന്റെ ചേച്ചീനെ വിളിച്ചിട്ട് അന്ന് തലേ ദിവസം അവൻ മരിക്കണേന്റെ അന്ന് രാത്രി അനുമോളെ വിളിച്ചിട്ട് അവൻ പറഞ്ഞായിരുന്നു അവന് ഒട്ടും പറ്റണില്ല, അവനെ മാനസികമായിട്ട് ഒരു ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്, അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇപ്പൊ അഭിരാമിക്ക് എന്താണ് തോന്നുന്നത്? അഭിരാമി പോലീസിന്റെ ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഒരു നീതിപൂർവമായ ഇടപെടൽ ഉണ്ടായി എന്നാണോ? നീതിയില്ലാത്ത ഇടപെടൽ? നീതി അവന് കിട്ടിയിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്നിട്ട്. ഒരാളെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നീ വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് ഒരാളെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവനങ്ങനെ ചെയ്യുന്ന ഒരു പയ്യനല്ലായിരുന്നു. അവന് ഭയങ്കര പേടിയൊക്കെ ഉള്ളതായിരുന്നു. ജനലിന്റെ അടുത്ത് കിടക്കാൻ പേടി, ഇരുട്ടത്തിരിക്കാൻ പേടി, അങ്ങനെയൊക്കെ പേടിയുള്ള ആളായിരുന്നു. അവനൊരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു സപ്പോർട്ട് അവന് കിട്ടിയിരുന്നെങ്കിൽ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? പോലീസിന്റെ ഭാഗത്തുനിന്നും അത്രയും ഒരു മോശമായ ഇടപെടൽ ഉണ്ടായിട്ടാണ് ജനങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തവനെ. ഇവൻ ചെയ്തു കൊടുത്തോളം നമുക്ക് പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. എല്ലാരും കൂടി ചവിട്ടി കൂട്ടിക്കളഞ്ഞവനെ. അത് കഴിഞ്ഞിട്ട് കൊച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ തല്ലും കൊണ്ട് തിരിച്ച് എനിക്ക് അവരൊരു പ്രതികരണം പോലീസുകാരെയും ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരിക്കലും അതൊരു കുട്ടികൾക്ക് അനുവദിക്കാൻ പാടില്ല. വേദനയാണ്. അഭിജിത്ത് പൊതുവെ എങ്ങനെയായിരുന്നു? എല്ലാവരുമായിട്ടും കൂട്ടുകൂടി നടക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു? നല്ല കുട്ടിയായിരുന്നല്ലോ. 10-20 വയസ്സായ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുമായിട്ടൊക്കെ നന്നായിട്ട് പോകുന്നൊരു കുട്ടിയായിരുന്നു. വളരെ വിഷമമുണ്ട്, കാരണം ഒരു കുടുംബത്തിന്റെ ഭാവി ഇതാണല്ലോ, അത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. ഇതിനു വേണ്ടി ആരും പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കുകയൊന്നും ചെയ്തില്ല അഭിജിത്തിന്റെ ഭാഗത്തുനിന്ന്? നേതാക്കന്മാർ പോയിട്ടുണ്ടായിരിക്കണം, ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു മനസ്സിൽ ആലോചിച്ച് ഇതിനെപ്പറ്റി നമ്മളൊന്നും ഇറങ്ങിയില്ലല്ലോ എന്നുള്ള ഇലക്ഷൻ വന്നതോടുകൂടി പിന്നെ അതൊരു ഇലക്ഷന്റെ തലേന്റെ ദിവസം സംഭവിച്ചേക്കുന്നത്. സംഭവിക്കാതിരിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പയ്യൻ അങ്ങനത്തെ ഒരു പയ്യനല്ല. സാഹചര്യം ഇപ്പോഴത്തെ ഭരണത്തിന്റെ BJPയുടെ ഭരണത്തിന്റെ ഇതിനകത്തൊന്നും സാഹചര്യമാണ് ഇതിനെ ഈ നിലയിലേക്ക് ആക്കിയത്. ഇവിടെ മാമൻ ചെന്ന് ചോദിച്ച്, അവന്റെ അച്ഛൻ ചെന്ന് ചോദിച്ച് എന്തിനാ എന്റെ മോനെ തല്ലിയെന്നുള്ള കാര്യം ചോദിച്ച്. അപ്പൊ കിരൺ എടുത്ത വഴിക്ക് മാമന്റെ അടുത്ത് പറയണ്ടായി, ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തല്ലിയത്, ഇനി വേഷം കിട്ടിയാൽ ഇനിയും തല്ലും എന്നുള്ള രീതിയിൽ. ഇപ്പൊ അവൻ പറഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നിലും ഉണ്ടായിട്ടില്ല, ഞാൻ അവനെ തല്ലിയിട്ടില്ല എന്നാണ് ഇപ്പൊ അവൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. പിന്നെ അങ്ങനെ തല്ലിയിട്ടില്ലാത്ത ഒരാള് ഇങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വേഷം കെട്ടിയാൽ ഇനിയും തല്ലുന്നു, അപ്പൊ തല്ലിയിട്ടാണല്ലോ ഇനിയും തല്ലൂന്ന് പറയുന്നത്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നാട്ടിൽ അത്യാവശ്യം അഭിമാനത്തോടുകൂടി ജീവിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, പോലീസ് തന്നോട് നീതികേട് കാണിച്ചു, താൻ കുറ്റവാളിയല്ലാത്തതിൽ പോലും പോലീസ് തന്നോട് നീതികേട് കാണിച്ചു എന്നുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നുള്ള ആരോപണം കടുക്കുകയാണ്. ഇവിടെ അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവും പോലീസിനെ സ്വാധീനിക്കാനുള്ള ഇവിടുത്തെ പ്രധാനികളുടെ അധികാര ദുർവിനിയോഗവുമാണ് ഇങ്ങനെ ഒരു ജീവൻ പൊലിയാനുണ്ടായ സാഹചര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.